രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലവും പ്രതികൂലവുമായ രണ്ട് തീരുമാനങ്ങൾ രണ്ട് കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു ദിവസമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഒരു പരാതി എഴുതി കിട്ടിയാൽ ഇപ്പോൾ അറസ്റ്റ് ഉണ്ടാകും എന്ന് തോന്നിയിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ 10 ദിവസം പിന്നിടുന്നു. 10ാം ദിവസവും ഒളിവിലാണ്. ഒളിവിൽ വളരെ ആഡംബര ജീവിതം അല്ലെങ്കിൽ വലിയ സുഖസൗകര്യങ്ങളോടെയുള്ള ജീവിതം രാഹുൽ മാങ്കൂട്ടത്തിൽ നയിക്കുന്നു എന്ന വിവരങ്ങളാണ് പല റിപ്പോർട്ടുകളും പല ഭാഗങ്ങളിൽ നിന്നും വരുന്നത്. അങ്ങനെ 10 ദിവസം രാഹുലിനെ ഒളിവിൽ സുഖജീവിതത്തിന് വിട്ടത് ആരാണ്, എന്തുകൊണ്ടാണ് അറസ്റ്റ് വൈകുന്നത് തുടങ്ങി നിരവധി ചോദ്യങ്ങൾ ഇങ്ങനെ ഉയരുന്നു. ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയരുന്ന ഒരു ഘട്ടം കൂടിയാണ് ഇന്ന്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. തുടർന്നാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. അവിടെ അനുകൂല നിലപാട് ഇന്ന് രാഹുലിനുണ്ടാവുകയാണ്. 23-കാരിയെ ബലാത്സംഗം ചെയ്തെന്ന രണ്ടാമത്തെ കേസിൽ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിശദവാദത്തിലേക്ക് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുന്നു. കോടതി അറസ്റ്റ് തടഞ്ഞില്ല എന്നൊരു സാഹചര്യം അവിടെ നിൽക്കുന്നു. അപ്പോൾ ആദ്യത്തെ കേസിൽ അറസ്റ്റ് തടയുകയും രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് തടയാതിരിക്കുകയും ചെയ്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തൽക്കാലത്തേക്ക് ഹൈക്കോടതി തടഞ്ഞിരിക്കുകയാണ്. അത് ആദ്യത്തെ കേസിലാണ്. വിശദമായ വാദം കേട്ട ശേഷം തീരുമാനം എടുക്കാം എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് കോടതി ഈ കേസ് മാറ്റിവെച്ചിരിക്കുന്നത്, ഈ ഹർജി മാറ്റിവെച്ചിരിക്കുന്നത്. വരുന്ന 15-ാം തീയതിയിലേക്കാണ് ഇത് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ കോടതി പറയുന്നത് ഇതിൽ വിശദമായ വാദം കേൾക്കണമെന്നതാണ്. വിശദമായ വാദം കേൾക്കണമെന്നും അറസ്റ്റ് തടയരുതെന്നും പ്രോസിക്യൂഷനും ഈ കാര്യത്തിൽ കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു. യുവതിയെ ബലാത്സംഗം ചെയ്ത് നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തിയെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ അവിടെയുള്ള കേസ്. പരാതി നൽകാനുണ്ടായ കാലതാമസം, പരാതി നേരിട്ട് മുഖ്യമന്ത്രിക്ക് നൽകിയത് രാഷ്ട്രീയ പ്രേരിതം എന്നീ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധം ആണ് എന്നും ആ ബന്ധത്തിൽ വിള്ളലുണ്ടാകുമ്പോൾ ബലാത്സംഗ പരാതി ഉന്നയിക്കുന്നത് അനുചിതമെന്നും സുപ്രീം കോടതിയുടെ ഉൾപ്പെടെയുള്ള വിധിന്യായങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് 57 പേജുള്ള ഹർജി രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കോടതിക്ക് മുന്നിൽ എത്തിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് കെ ബാബു മുൻപാകെ 32-ാമതായാണ് ഈ ഹർജി ലിസ്റ്റ് ചെയ്തത്. അത് ആദ്യം പരിഗണിക്കണമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. മുൻകൂർ ജാമ്യാപേക്ഷയുടെ ആദ്യ സിറ്റിംഗിൽ വാദം കേൾക്കാതെ സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണം തേടിയിട്ട് പിന്നീട് പരിഗണിക്കുന്നതാണ് ഈ കാര്യങ്ങളിൽ പതിവായിട്ടുള്ള ഒരു കോടതി രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒഴിവാക്കാനായിരുന്നു പ്രതിഭാഗം അഭിഭാഷകന്റെ ഈ തിരക്കിട്ട ഒരു നീക്കം ഇന്നുണ്ടായത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും നേരിട്ട് ഇന്ന് ഹാജരാകുന്ന ഒരു സാഹചര്യമുണ്ടായി. കേസിൽ വിശദമായി വാദം കേൾക്കണം എന്നതായിരുന്നു പ്രതിഭാഗത്തിന്റെ ആവശ്യം. തയ്യാറെന്ന് സർക്കാരും പറഞ്ഞു. എന്നാൽ ഹർജിയിൽ പറയുന്നത് ഗുരുതര സ്വഭാവമുള്ള ആരോപണങ്ങളാണെന്നും വിശദമായ വാദം ആവശ്യമാണ് എന്നും ഉള്ള ഒരു നിലപാടിലേക്കാണ് അവസാനം ഹൈക്കോടതി എത്തുന്നത്. അതുകൊണ്ട് ഇത് 15-ാം തീയതി പരിഗണിക്കാമെന്ന് കോടതി ചൂണ്ടിക്കാട്ടുകയായിരുന്നു. അതുവരെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് കോടതി തടയുകയും ചെയ്തു. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വന്നത്. അതേസമയം പ്രോസിക്യൂഷൻ ഇന്ന് തന്നെ വിശദമായ വാദം കേൾക്കണമെന്നും അറസ്റ്റ് തടയരുതെന്നും ആവശ്യപ്പെടുന്ന ഒരു ഘട്ടമൊക്കെ ഉണ്ടായെങ്കിലും കോടതി അത് കേട്ടില്ല. കോടതി അതിന് തയ്യാറാകാതെ ഇത് 15-ലേക്ക് മാറ്റുകയായിരുന്നു. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധമാണെന്നതടക്കം ഹർജിക്കാരൻ ഇതിൽ ചൂണ്ടിക്കാട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. ഭരണഘടനാ സ്ഥാപനമായ കോടതിക്ക് മുന്നിലാണ് ഗുരുതര സ്വഭാവമുള്ള ഹർജി എത്തിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ കൂടുതലൊന്നും താൻ ഈ ഘട്ടത്തിൽ പറയുന്നില്ല എന്ന് ജഡ്ജി പറയുന്നു. കേസിൽ മുൻവിധിയില്ല, തീരുമാനമെടുക്കാൻ വിശദമായ വാദം ആവശ്യമാണെന്നും 15-ാം തീയതി കേൾക്കാമെന്നുമാണ് കോടതി ഇക്കാര്യത്തിൽ ഒടുവിലെത്തിയ ഒരു നിലപാട്. തിരുവനന്തപുരം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം തള്ളിയതോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയിലേക്ക് എത്തിയത്. അവിടെ എന്തായാലും രാഹുലിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ ഈ രണ്ട് കോടതികളുടെ തീരുമാനത്തിനിടയിലുള്ള സമയം രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നതിന് ആ കേസുമായി ബന്ധപ്പെട്ട് യാതൊരു തടസ്സവും അന്വേഷണ സംഘത്തെ സംബന്ധിച്ചില്ലായിരുന്നു. അതിനു മുൻപുള്ള പരാതി കിട്ടിയതിനു ശേഷമുള്ള ദിവസവും അറസ്റ്റ് ചെയ്യുന്നതിന് തടസ്സമില്ലായിരുന്നു. ഇന്നാണ് കോടതി അങ്ങനെ ഒരു തടസ്സം ഉന്നയിക്കുന്നത്. ഇനി ആ ഹർജിയിൽ തീരുമാനമുണ്ടാകുന്നതുവരെ രാഹുലിനെ അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ് കോടതി. അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ച ആദ്യ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇനി അറസ്റ്റ് ചെയ്യുക ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യമല്ലാതെ വന്നിരിക്കുന്നു. മറ്റൊരു ഹർജിയിൽ അത് തിരുവനന്തപുരത്താണ് സമർപ്പിച്ചത്. നമുക്കറിയാം 2 കേസുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുണ്ട്. രണ്ടാമത്തേത് 23 വയസ്സുകാരി സമർപ്പിച്ച ബലാത്സംഗ കുറ്റം
ആണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഈ ഹർജിയിൽ പ്രോസിക്യൂഷന്റെ നിലപാട് തേടിയ കോടതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടഞ്ഞില്ല എന്നൊരു സാഹചര്യം ഉണ്ട്. രണ്ടാമത്തെ കേസിൽ കോടതി അറസ്റ്റ് തടഞ്ഞിട്ടില്ല. ഹർജിയിൽ വിധി വരുന്നതുവരെ അറസ്റ്റ് തടയണം എന്നതായിരുന്നു രാഹുലിന്റെ അഭിഭാഷകൻ അവിടെയും ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ FIR നിലനിൽക്കില്ലെന്നും പരാതിക്കാരിയില്ലാത്ത FIR ആണെന്നും ഒക്കെയുള്ള രാഹുലിന്റെ വാദം കേട്ടിട്ടും അറസ്റ്റ് കോടതി തടഞ്ഞില്ല. 23-കാരിയെ ബലാത്സംഗം ചെയ്ത എന്ന കേസിലാണ് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം വേണമെന്ന് കണ്ടുകൊണ്ട് കോടതി അത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുന്നത്. ഹർജിയിൽ പ്രോസിക്യൂഷന്റെ നിലപാട് തേടിയ കോടതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടഞ്ഞില്ല എന്നത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് വേണമെങ്കിൽ ആ കേസിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത തുറന്നിടുന്നതാണ്. ഹർജിയിൽ വിധി വരുന്നതുവരെ അറസ്റ്റ് തടയണമെന്ന് രാഹുൽ ആവശ്യപ്പെട്ടിരുന്നു. ഒരു അറസ്റ്റിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒഴിവാക്കുക എന്നതാണ് രാഹുലും രാഹുലിന്റെ അഭിഭാഷകരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വിവിധ കോടതികളിൽ അതിനുള്ള നീക്കങ്ങളാണ് അവർ നടത്തിയിരുന്നത്. പക്ഷേ തിരുവനന്തപുരത്തെ കോടതി ഇപ്പോൾ ആ ആവശ്യം തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. FIR നിലനിൽക്കില്ലെന്നും പരാതിക്കാരിയില്ലാത്ത FIR ആണ് എന്നതുമാണ് രാഹുൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രധാനമായും വാദിക്കുന്നത്. KPCC പ്രസിഡന്റിനാണ് ഈ മെയിൽ കിട്ടിയത്. KPCC പ്രസിഡന്റിന് രാഹുൽ ഗാന്ധിക്ക് പ്രിയങ്ക ഗാന്ധിക്ക് ആണ് ഈ പരാതി അയച്ചിരുന്നത്. അപ്പോൾ KPCC പ്രസിഡന്റാണ് ഈ പരാതി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറുന്നത്, പോലീസിന് കൈമാറുന്നത്. അപ്പോൾ അങ്ങനെ ലഭിച്ച ഒരു ഇമെയിൽ സന്ദേശം മാത്രമാണ് ഇത് എന്ന ഒരു കാര്യം കോടതിയിൽ രാഹുലിന്റെ അഭിഭാഷകൻ ആവർത്തിച്ച് പറയുന്നു. ഇതെങ്ങനെ നിലനിൽക്കും എന്ന ഒരു ചോദ്യമാണ് അവർ ഉന്നയിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു കേസാണ് ഇത് എന്ന കാര്യവും രാഹുലിന്റെ അഭിഭാഷകൻ വാദിച്ചു. ഇത് 2023 പരാതിയാണെന്നും KPCC പ്രസിഡന്റിന് പരാതി കിട്ടിയതുകൊണ്ടല്ലേ ഇതിപ്പോൾ രാഷ്ട്രീയമായി മാറുന്നതെന്നും ഉള്ള ഒരു മറു ചോദ്യമാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. കേസിൽ വാദം പൂർത്തിയാവുന്നതുവരെ അറസ്റ്റ് തടയണമെന്ന ആവശ്യം പിന്നീട് രാഹുലിന്റെ അഭിഭാഷകന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. അതും കോടതി അംഗീകരിച്ചില്ല എന്നൊരു സാഹചര്യമുണ്ട്. രാഷ്ട്രീയ പ്രേരിത കേസാണോ എന്ന് കോടതി ചോദിക്കുന്ന ഒരു സാഹചര്യവും ഇന്ന് ഉണ്ടായി. KPCC പ്രസിഡന്റിന് പരാതിയിൽ കഴമ്പുണ്ടെന്ന് തോന്നിയതുകൊണ്ടാകാം പോലീസിന് ഫോർവേഡ് ചെയ്തതെന്നും അറസ്റ്റ് തടയാൻ ഈ കോടതിക്ക് അധികാരമില്ല എന്നതുമാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. 2023 പരാതിയല്ലേ എന്ന് ചോദിച്ച കോടതി ആ സാഹചര്യത്തിൽ അറസ്റ്റ് തടയുന്നതിന് കോടതിക്ക് അധികാരമുണ്ടെന്നും എന്നാൽ പുതിയ സാഹചര്യങ്ങൾ പരിഗണിച്ച് ഇപ്പോൾ അറസ്റ്റ് തടയുന്നില്ല എന്നും വ്യക്തമാക്കുകയായിരുന്നു. അങ്ങനെയാണ് രാഹുലിന്റെ അറസ്റ്റ് തടയണമെന്ന ആവശ്യം കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നത്. എന്തായാലും ആ കേസിൽ വേണമെങ്കിൽ അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ ഇപ്പോഴും രാഹുലിന്റെ അറസ്റ്റ് സംബന്ധിച്ച് വലിയ വാദപ്രതിവാദങ്ങൾ, രാഷ്ട്രീയ വിവാദങ്ങൾ സജീവമാണ്. നമുക്കറിയാം, ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയ സാഹചര്യം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ചർച്ചയാകുന്ന വിഷയം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുള്ള ബലാത്സംഗ പരാതികളാണ്. അത് UDFനെ വലിയ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ച് അവർ ഒരു പാർട്ടിക്ക് എടുക്കാൻ കഴിയുന്ന സാധ്യമായ നിലപാടുകളെല്ലാം സ്വീകരിച്ചു എന്ന് പറഞ്ഞ് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ അറസ്റ്റ് വൈകുന്നത് ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള സർക്കാരിന്റെ തന്ത്രമാണ് എന്നത് തുറന്നു കാട്ടാൻ കൂടി അവർ ശ്രമിക്കുന്ന ഒരു ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് വൈകുമ്പോൾ ആ രാഷ്ട്രീയ വിവാദം കുറച്ചുകൂടി ചൂട് പിടിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. രാഹുൽ എവിടെയെന്ന് കോൺഗ്രസിന് അറിയാമെന്ന മുഖ്യമന്ത്രിയുടെ ഒരു പരാമർശം ഇതിനിടയിൽ ഉണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടഞ്ഞത്, ഇന്ന് കോടതി തടഞ്ഞത് അതൊരു സ്വാഭാവിക നടപടി എന്നതാണ് മുഖ്യമന്ത്രി പറയുന്നത്. കോടതി സാധാരണ എടുക്കുന്ന നടപടികളുടെ ഭാഗം മാത്രമാണ് അതൊരു തരത്തിലും ഒരു തിരിച്ചടിയോ അങ്ങനെയൊന്നുമല്ല എന്ന് സൂചിപ്പിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത്. പകരം മുഖ്യമന്ത്രി ആവർത്തിക്കുന്നത് രാഹുലിന് ഒളിത്താവളം ഒരുക്കിയത് കോൺഗ്രസ് ആണ് എന്നതാണ്. അതുകൊണ്ട് അന്വേഷണ സംഘത്തിന് രാഹുലിനെ പിടിക്കാൻ കഴിയുന്നില്ല. അത്രമാത്രം സുരക്ഷിതമായ ഒളിത്താവളം കോൺഗ്രസ് ഒരുക്കിയിരിക്കുന്നു രാഹുലിന് വേണ്ടി എന്ന ആരോപണമാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഉന്നയിക്കുന്നത്. പോലീസിന് അദ്ദേഹത്തെ കണ്ടെത്താനായില്ല എന്നുള്ളത് ശരിയാണ്. പോലീസ് അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതിരിക്കുകയാണ് എന്ന് പറയുന്നത് ശരിയായ കാര്യം. ഇവർക്ക് അറിയാമല്ലോ എവിടെയാണെന്നുള്ളത്. ഇപ്പറയുന്നയാള് ഇവിടുന്ന് ഒളിവിൽ പോകുന്നതിന് ആവശ്യമായ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരാണ്. ആ സഹപ്രവർത്തകർ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ പ്രവർത്തകരും നേതാക്കളുമാണ്. ആ നേതാക്കൾ ഇവിടെയുള്ളവർ മാത്രമല്ല, എല്ലാ തലങ്ങളിലുള്ളവരുണ്ട്. അതുകൊണ്ടാണല്ലോ സംസ്ഥാനത്തിന് പുറത്തടക്കം നല്ല രീതിയിൽ സംരക്ഷണ വലയം തീർത്തിരിക്കുന്നതെന്ന് മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നതിനിടയായത്.
അപ്പോ അവർക്കാണ് എവിടെയാണ് ഉള്ളത് എന്ന് കൃത്യമായിട്ട് അറിയാവുക. ആ അറിയുന്നവര് ഇങ്ങനെ പറയുന്നത് ആത്മാർത്ഥതയോടെയാണെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം അത് പോലീസിനെ അറിയിക്കുക. ഈ അറസ്റ്റ് ഇതുവരെ നടത്തരുത് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ടാകാം. അത് സ്വാഭാവികമായി നടക്കുന്നൊരു കാര്യം മാത്രമാണ്. അത് കോടതിയുടെ നടപടിയുടെ ഭാഗമാണ്. അപ്പോ മുഖ്യമന്ത്രി ഇപ്പോൾ രാഹുൽ ഒളിവിൽ കഴിയുന്നതിന്റെ ഉത്തരവാദിത്തം കോൺഗ്രസിന് മേൽ വെക്കാനാണ് ശ്രമിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ അവർ ആ ഒളി സങ്കേതത്തിൽ നിന്ന് ആത്മാർത്ഥമാണ് അവരുടെ ഈ വിഷയത്തിലുള്ള നിലപാടെങ്കിൽ ഒളി സങ്കേതത്തിൽ നിന്ന് രാഹുലിനെ പുറത്തേക്ക് കൊണ്ടുവരണം എന്നതാണ് മുഖ്യമന്ത്രി പറയുന്നത്. അപ്പോൾ രാഹുലിന്റെ അറസ്റ്റ് വൈകുന്നതിന്റെ ഉത്തരവാദിത്തവും കോൺഗ്രസിന് മേൽ വെക്കുക എന്നതാണ് മുഖ്യമന്ത്രി ആ പ്രതികരണത്തിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അവിടെ കെ മുരളീധരന്റെ പ്രതികരണം എന്നത് രാഹുൽ എവിടെയെന്ന് കോൺഗ്രസിന് അറിയാമെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തിലാണ് കെ മുരളീധരൻ മറുപടി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് മുഖ്യമന്ത്രിയായി ഇരിക്കുന്നത് എന്നൊരു ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. ആ കസേര മറ്റാരെങ്കിലും ഏൽപ്പിച്ചുകൂടെ എന്ന് ചോദിക്കുന്നു, പരിഹസിക്കുന്നു. രാഹുലിനെ കണ്ടുപിടിക്കേണ്ടത് സർക്കാരിന്റെ ചുമതലയാണ് എന്ന് കെ മുരളീധരൻ മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് രാഹുൽ അടഞ്ഞ അധ്യായമാണ് എന്നതും കെ മുരളീധരൻ പറയുന്നു. മുഖ്യമന്ത്രി പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയെന്ന് സതീശൻ പറയട്ടെ, ഞങ്ങൾ അറസ്റ്റ് ചെയ്യാമെന്നാണ്. അതെയോ? എന്നാ പിന്നെ എന്തിനാ ഇയാൾ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നത്? അത് മുഖ്യമന്ത്രി സ്ഥാനം കൂടെ അങ്ങോട്ട് ഏൽപ്പിച്ചോട്ടെ, അതും കൂടെ ഏൽപ്പിച്ചോട്ടെ, എന്നാ കണ്ടുപിടിക്കാം. അറസ്റ്റ് ഒഴിവാക്കിയിട്ടുണ്ട് ഒരു കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ. അല്ല, അത് നിയമത്തിന്റെ വഴിക്ക് കിടക്കട്ടെ. ഞാൻ പറയുന്നത്, അങ്ങനെ ഒരാൾ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് സംശയം ഉണ്ടെങ്കിൽ സംസ്ഥാന DGP, കർണാടക DGPക്ക് ഒരു കത്തയക്കണം. ഇങ്ങനെ ഒരാൾ ഒളിയിൽ പോയിട്ടുണ്ട്, അവിടെ ഉണ്ടെങ്കിൽ ഈ കേരള പോലീസിന് കൈമാറണം. ഇന്ന് എന്ന കുറ്റങ്ങൾ ചെയ്ത വ്യക്തിയാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? സ്വയം മലന്ന് കടന്ന് തുപ്പിയിട്ട് മുഖത്ത് മുഴുവൻ തുപ്പലായ ഒരു അങ്ങേയറ്റം നാണമില്ലാതെ നടുറോട്ടിൽ നിൽക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥയിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് മാറിയിരിക്കുക. രാഹുൽ എത്ര നാളിങ്ങനെ ഒളിയിൽ കഴിയുമെന്ന് അങ്ങനെ അതിന്റെ വഴിക്ക് നടക്കട്ടെ. ഞങ്ങൾക്ക് ഇനി ആ ബാധ്യതയില്ല. ആ ചാപ്റ്റർ ഈസ് ക്ലോസ്. ഞങ്ങളോട് ന്യൂസ് 18നോടാണ് കെ മുരളീധരന്റെ ആ പ്രതികരണം വരുന്നത്. ഈ വിഷയത്തിൽ വൈരുദ്ധ്യങ്ങളില്ലാതെ എല്ലാവരും ഒരു നിലപാട് കോൺഗ്രസിൽ സ്വീകരിക്കുന്നു എന്നതുകൂടി നമ്മൾ കാണണം. രാഹുൽ എവിടെയെന്ന് മുഖ്യമന്ത്രിക്കും പോലീസിനും കൃത്യമായി അറിയാമെന്നാണ് UDF കൺവീനർ അടൂർ പ്രകാശ് ഈ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത്. സർക്കാർ രാഷ്ട്രീയം കളിക്കുകയാണ്, സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ മാറ്റാനാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നതും അടൂർ പ്രകാശ് സൂചിപ്പിക്കുന്നു. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്കാണ് ഏറ്റവും നന്നായിട്ട് ഒരു പ്രതി എവിടെ ഉണ്ട് എന്നതിനെ കുറിച്ച് അറിയാൻ കഴിയുന്ന അദ്ദേഹത്തിന് തന്നെയാണ്. അദ്ദേഹം ഇപ്പോ എന്തിനു വേണ്ടിയാണ് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോകുന്നത് എന്നതിനെ കുറിച്ച് എനിക്കറിയില്ല. ഇതെല്ലാം ചെയ്യുന്നത് കേരളത്തിലെ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് അവസാനിപ്പിക്കുവാൻ വേണ്ടിയും ആ സ്വർണ്ണക്കൊള്ള ജനങ്ങളുടെ മുമ്പിലേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെയും ഇതുപോലെ പല കാര്യങ്ങളും നീട്ടിക്കൊണ്ട് പോകുന്നത്. രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ കാലതാമസം വരുത്തിയതാണ് നിലവിലെ തിരിച്ചടിക്ക് കാരണമെന്നതാണ് BJP ചൂണ്ടിക്കാട്ടുന്നത്. കെ സുരേന്ദ്രൻ അത്തരമൊരു അഭിപ്രായം പറയുന്നു. കയ്യെത്തും ദൂരത്ത് രാഹുൽ ഉണ്ടായിട്ടും അറസ്റ്റ് ചെയ്തില്ല. കോടതി നടപടിയിൽ നീതീകരണമില്ല. അതിന്റെ പ്രാഥമികമായ കാര്യങ്ങൾ പോലും പരിഗണിക്കാതെയാണ് ഈ അറസ്റ്റ് തടഞ്ഞ നടപടി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നതാണ് BJP ചൂണ്ടിക്കാട്ടുന്നത്. അതിൽ സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്തുക എന്നതാണ് BJP ചെയ്യുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട്. ഞാൻ കോടതി വിധിയെ വിമർശിക്കുന്നില്ല, പക്ഷേ ഒറ്റനോട്ടത്തിൽ 15-ാം തീയതി വരെ സമയം കൊടുത്തതിൽ ഒരു നീതീകരണവും കാണുന്നില്ല എന്നുള്ളത് സത്യമാണ്. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ ഗവൺമെന്റിന് താല്പര്യമില്ല എന്നുള്ളത് ഉറപ്പായിരുന്നല്ലോ. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് നീട്ടിക്കൊണ്ടുപോകാനുള്ള രാഷ്ട്രീയ തീരുമാനത്തിനുള്ള തിരിച്ചടിയാണ്. ഞങ്ങൾ ആദ്യമേ ഇത് ചൂണ്ടിക്കാണിച്ചതാണ്. കയ്യെത്തും ദൂരത്ത് മാങ്കൂട്ടം ഉണ്ടായിട്ടും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായില്ല. ഈ ചർച്ച തെരഞ്ഞെടുപ്പ് വരെ നീട്ടിക്കൊണ്ടുപോകാൻ അവർ ആഗ്രഹിച്ചിരുന്നു. അതിനുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അറസ്റ്റ് എന്തുകൊണ്ടുണ്ടാകുന്നില്ല? ഇത് സംബന്ധിച്ചുള്ള ആരോപണ പ്രത്യാരോപണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 10 ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ്. ആ ഒളിവിലിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എത്ര ശക്തനാണ് എന്നത് തെളിയിക്കാനുള്ള 2 ഉദാഹരണങ്ങൾ കൂടി നമുക്ക് നോക്കാം.
രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിക്കെതിരെ സൈബർ ആക്രമണം ഇപ്പോഴും തുടരുകയാണ്. യുവതിയുടെ ചിത്രം വെച്ച് പോസ്റ്റുകൾ വരികയാണ്. അരിസ്റ്റോ ഷാജി എന്ന FB പേജിലൂടെയൊക്കെയാണ് ഈ പരാതിക്കാരിക്കെതിരായ അധിക്ഷേപ പോസ്റ്റുകൾ ഇങ്ങനെ പ്രചരിക്കുന്നത്. സൈബർ ആക്രമണത്തിൽ കർശന നടപടി ഉണ്ടാകും എന്ന് സൈബർ ക്രൈം പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ നേരത്തെ തന്നെ ഇത്തരം സംഭവങ്ങൾ വരികയും അതിൽ ഉൾപ്പെട്ടവർക്കെതിരെയൊക്കെ നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ട് ഇപ്പോഴും സമൂഹ മാധ്യമങ്ങൾ വഴി ആ അതിജീവിത ആക്രമിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. ഒളിവിലിരുന്നു കൊണ്ടാണ് ഈ ഇങ്ങനെയുള്ള ഓപ്പറേഷൻസ് നടത്തുന്നത് എന്നത് നമ്മൾ കാണണം. അത് ഒരു ഉദാഹരണം. മറ്റൊന്ന്, ഈ റിനി ആൻഡ് ജോർജ് എന്ന പെൺകുട്ടിയാണ് ആദ്യമായി ചില സൂചനകൾ നൽകിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വരുന്നത്. പേര് പറഞ്ഞില്ല എങ്കിലും അത് കൃത്യമായിരുന്നു. അതാണ് മറ്റ് പരാതികൾക്കൊക്കെ അടിസ്ഥാനമായ അല്ലെങ്കിൽ ആ പെൺകുട്ടികൾക്ക് കൂടി മുന്നോട്ട് വരാൻ പ്രേരണയായ സാഹചര്യം ഒരുക്കിയത്. അപ്പോൾ ആ പെൺകുട്ടി ഇപ്പോൾ നേരിടുന്നത് വധഭീഷണി ഉൾപ്പെടെയാണ്. റിനി ആൻഡ് ജോർജിന്റെ കുടുംബത്തിനാകെ വധഭീഷണിയാണ്. അവരുടെ വീടിന് സമീപം ഹെൽമറ്റിലെത്തിയ യുവാവ് വധഭീഷണി മുഴക്കുന്നു. പറയുന്നത് രാഹുലിനെതിരെ സംസാരിച്ചാൽ കൊന്നു കളയും എന്ന ഭീഷണിയാണ്. അപ്പോൾ ആ കുടുംബം നേരിടുന്ന കഴിഞ്ഞ ദിവസങ്ങളിലായി സമൂഹ മാധ്യമത്തിലൂടെയൊക്കെ ഏതൊക്കെ തരത്തിൽ ആക്രമിക്കപ്പെട്ടു റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന നടി എന്നത് നമ്മൾ കണ്ടതാണ്. അവർക്കിപ്പോൾ വധഭീഷണി ഉൾപ്പെടെ നേരിടേണ്ടി വരുന്നു. അപ്പോൾ കഴിഞ്ഞ 10 ദിവസമായി ഒളിവിലിരിക്കുന്ന രാഹുൽ ഇപ്പോഴും എത്ര ശക്തനാണ്. ഈ അതിജീവിതമാരെ എതിരെ സംസാരിക്കുന്നവരെയൊക്കെ വേട്ടയാടുന്ന സാഹചര്യം ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ജാമ്യം ഇപ്പോൾ കോടതികളെ സമീപിക്കുമ്പോൾ അറസ്റ്റ് ഉൾപ്പെടെ തടഞ്ഞുകൊണ്ട് രാഹുലിന് അനുകൂലമാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുമ്പോൾ അത് ഈ പരാതിയുമായി മുന്നോട്ട് വന്നവരെ ഉൾപ്പെടെ ഏതൊക്കെ തരത്തിൽ ബാധിക്കും എന്നത് നമ്മൾ കാണണം. കോടതികളും അവർക്ക് മുന്നിലെത്തുന്ന തെളിവുകളും മറ്റുമൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കും തീരുമാനങ്ങൾ എടുക്കുന്നത് സ്വാഭാവികമായും. പക്ഷേ അത് ഉയർത്തുന്ന വെല്ലുവിളി എത്രമാത്രം വലുതാണ് എന്നതാണ് നമ്മൾ ഈ 2 അനുഭവങ്ങളിലൂടെ കാണുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ കേസിലും ഇനി കോടതി തിങ്കളാഴ്ച എന്ത് നിലപാടെടുക്കുന്നു എന്നത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടുന്നതാണ്. അപ്പോൾ ഒളിവിലിരുന്നും ഈ വിധത്തിലുള്ള വേട്ടയാടലുകൾ തുടർന്നുകൊണ്ടിരിക്കവെയാണ് ഈ അറസ്റ്റ് വൈകുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുന്നത്. അത് സർക്കാരിന് മേൽ വിരൽ ചൂണ്ടുന്നതാണ്. ഏതെങ്കിലും രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി അല്ലെങ്കിൽ രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാക്കുന്നതിനായി അറസ്റ്റ് തടയുകയാണ് എങ്കിൽ അത് നിരവധി ചോദ്യങ്ങൾ ഉന്നയിക്കും. സർക്കാരിനെ വിശ്വസിച്ച് പരാതി നൽകിയ പെൺകുട്ടികളാണ്. അവർക്കുൾപ്പെടെ ഈ അവസ്ഥ നേരിടുമ്പോൾ രാഹുലിന്റെ അറസ്റ്റ് വൈകുന്നതിൽ മറുപടി പറയേണ്ടുന്ന ബാധ്യത അന്വേഷണ സംഘത്തിന്, സർക്കാരിന് ഒക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉള്ളത്.